ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ഡിയോ BS6 മോഡൽ വണ്ടിയാണ്. അതിൻ്റെ ആക്സിലേറ്റർ കേബിൾ മാറ്റാൻ വേണ്ടി നമ്മൾ അയച്ചാണ് കേട്ടോ. ആക്സിലേറ്റർ കേബിൾ എന്ന് പറയുമ്പോൾ 2 കേബിൾ വരാം. അത് നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ആ ബോഡി ഒരുവിധം എല്ലാ ഭാഗവും തന്നെ നമുക്ക് അഴിക്കേണ്ട ഒരു സിറ്റുവേഷനാണ്. കാരണം ആ കേബിൾ അതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ ലോക്ക് ചെയ്താണ് കേബിൾ പോകണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ബോഡി കവറും തന്നെ അഴിച്ചാൽ തന്നെയാണ് നമുക്കത് ക്ലിയറായിട്ട് മാറ്റാനായിട്ട് പറ്റുള്ളൂ. ഇതാണ് അതിൻ്റെ ആക്സിലേറ്റർ കേബിളുകൾ കേട്ടോ. ഒരു കേബിളുമ്പോൾ നമുക്ക് വരുന്നത് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 259 രൂപ വരുന്നുണ്ട് ഒരു കേബിളിന്. ആക്സിലേറ്റർ A എന്ന് പറഞ്ഞ കേബിൾ, ആക്സിലേറ്റർ B ത്രോട്ട് എന്ന് പറയുന്നത് 259 രൂപ. രണ്ടിനും ഒരേ റേറ്റ് തന്നെയാണ്. 2 കേബിളുകളാണ് തന്നെ. അപ്പോൾ അത് ഓൾറെഡി നമുക്ക് ഈ ആക്സിലേറ്റർ കേബിൾ മാറുന്ന വർക്കൊന്നും ജനറൽ സർവീസിൽ തന്നെ അല്ലാതെ നമുക്ക് അഡീഷണൽ തന്നെ എമൗണ്ടും ഇതാണ്. ലേബർ ചാർജും വരും. ലേബർ ചാർജ് ആക്സിലേറ്റർ കേബിൾ മാറുന്നതിൻ്റെ ചാർജ് വരും. ജനറൽ സർവീസിന് പുറമെ തന്നെ വർക്കാണ് കേട്ടോ അത്. അപ്പോൾ ഞാൻ ഇപ്പോൾ അയച്ചപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കും. ഏറെക്കുറെ നമുക്ക് അത്രയും എമൗണ്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട് അതിന്. അതുകൊണ്ടാണ് നമുക്ക് അതിൻ്റെ ലേബർ ചാർജിലൊക്കെ വേരിയേഷൻ വരുന്നുണ്ട്. കാരണം എല്ലാ കവറും തന്നെ നമുക്ക് അഴിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അത്ര സമയം നമുക്ക് വേസ്റ്റ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തേക്കാം. വർക്ക് കംപ്ലീറ്റ് ആവണുള്ളൂ, വൈകുന്നേരത്തേക്ക് ആവുള്ളൂ. വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ വിളിച്ചു.